സുഹൃത്തുക്കളെ, തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനും അവരുടെ ഭർത്താവ് സച്ചിൻ ദേവും നിയമവിരുദ്ധമായി ഒരു ട്രാൻസ്പോർട്ട് ബസ് തടയുകയും ആ ബസ്സിലുള്ള ഡ്രൈവറോട് പ്രകോപനപരമായി സംസാരിക്കുകയും ആ ബസ്സിൽ നിന്നുള്ള യാത്രക്കാരെ ഇറക്കിവിടുകയും ചെയ്ത ഒരു അധികാരത്തിൻ്റെ താൻ പ്രമാണിത്വം, ഒരു അധികാരത്തിൻ്റെ അഹങ്കാരം പ്രകടമാക്കിയ ഒരു സംഭവം ഏപ്രിൽ 27 നടക്കുകയുണ്ടായി. ആ സംഭവത്തെ നമ്മളൊക്കെ തന്നെ അപലപിച്ചതാണ്. ഞാനും ഒരു വിശദമായൊരു വീഡിയോ ചെയ്തിരുന്നു. ഇപ്പോൾ ഇതുപോലെ പുതിയൊരു വീഡിയോ ചെയ്യാനുള്ളൊരു കാരണം പുതിയൊരു അതിൽ ഉണ്ടായിരിക്കുന്ന ഒരു സംഭവമാണ്. ആ സംഭവം എന്താണെന്ന് ചോദിച്ചാൽ, ഈ ബസ്സിൻ്റെ ഡ്രൈവറായിട്ടുള്ള യദു എന്ന് പറയുന്ന അയാൾ മാസങ്ങൾക്ക് മുമ്പ് ഒരു സിനിമാ നടിയോടും, ഒരു സിനിമാ നടിയുടെ പേര് ഞാൻ ഓർക്കുന്നില്ല, ഒരു സിനിമാ നടിയോട് ഇതുപോലെ മോശമായി 4 മാസങ്ങൾക്ക് മുമ്പ് പെരുമാറി എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഒരു ഫേസ്ബുക്ക് പോസ്റ്റും ഒരു ഫേസ്ബുക്ക് ലൈവും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നടന്നതിനെ തുടർന്ന് വീണ്ടും ഈ വിഷയം വലിയ ചർച്ചാ വിഷയമായിരിക്കുകയാണ്. അപ്പോൾ ആ സംഭവം നടന്നതിനെ തുടർന്ന് മേയർ ആര്യ രാജേന്ദ്രൻ ഞാൻ മാത്രമല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ രംഗത്ത് വന്നിട്ടുണ്ട്. അതിനെ തുടർന്ന് CPMൻ്റെ അനുഭാവികളും CPM അംഗങ്ങളും ഒക്കെ തന്നെ ഈ ഡ്രൈവർ ഒരു ലൈംഗിക അതിക്രമം തൊഴിലാക്കിയ ഒരാളാണ്, ഒരു കൺജനൈറ്റൽ ആയിട്ടുള്ള ഒരു ലൈംഗിക അതിക്രമിയാണ് എന്നും അയാൾ ഇതിനു മുമ്പ് ഇതുപോലെ നടന്ന സംഭവങ്ങളിൽ പ്രതിയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരും വളരെ ആവേശഭരിതരായി രംഗത്ത് വന്നിട്ടുണ്ട്. അതിനിടയിൽ DYFI ഈ മേയറെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ എൻ്റെ പ്രേക്ഷകരുമായി സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ ഈ വീഡിയോയുമായി വീണ്ടും എൻ്റെ പ്രേക്ഷകരുടെ മുന്നിലെത്തുന്നത്. സുഹൃത്തുക്കളെ, ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു സംഭവം എന്ന് പറഞ്ഞാൽ എന്താ? ഏറ്റവും പ്രധാനപ്പെട്ടൊരു സംഭവം എന്ന് പറഞ്ഞത്, ഉന്നതമായിട്ടുള്ള അധികാര സ്ഥാനങ്ങളിലിരിക്കുന്ന ഒരു മേയറും അവരുടെ ഭർത്താവായിട്ടുള്ള ഒരു MLAയും നഗരഹൃദയത്തിൽ വെച്ച് രാത്രി 10 മണിക്ക് ഒരു ട്രാൻസ്പോർട്ട് ബസ് അനധികൃതമായി തടഞ്ഞു നിർത്തി ആ ഡ്രൈവറോട് പ്രകോപനപരമായി സംസാരിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്യുകയും അവരുടെ ഭർത്താവായിട്ടുള്ള MLA ബസ്സിൽ കയറി ബസ്സിലുള്ള യാത്രക്കാരെ മുഴുവൻ ഇറക്കിവിടുകയും ചെയ്ത ഒരു അധികാര പ്രമത്തതയുടെ സംഭവമാണ് ഇതിനകത്ത് പ്രധാനപ്പെട്ട സംഭവം. ആ സംഭവത്തിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുകൊണ്ട് ഈ ഡ്രൈവർ ഒരു കുഴപ്പക്കാരനാണെന്ന് സ്ഥാപിച്ച് ആ ഡ്രൈവറെക്കെതിരെ വലിയ ഈ പറഞ്ഞ പോലെ സൈബർ ലിഞ്ചിങ് നടത്താനുള്ള ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ട്. എനിക്ക് പ്രഥമമായി സൂചിപ്പിക്കാനുള്ളൊരു വിഷയം, ആ ഡ്രൈവർ ഒരു ചെറുപ്പക്കാരനാണ്, അയാൾക്ക് മക്കളൊക്കെ ഉണ്ട്. അയാളെ ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്ന തരത്തിലേക്ക് ഈ പ്രചരണം പോകുമോ എന്നുള്ള ആശങ്ക എന്നെ ബാധിച്ചിട്ടുണ്ട് എന്നുള്ളത് ആദ്യമായി എൻ്റെ പ്രേക്ഷകരുമായി ആ വിഷയം പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. സുഹൃത്തുക്കളെ, ഇതിൽ ഇപ്പോൾ പുതിയതായൊരു നടി വന്നിട്ടുണ്ട്. അവരെ 4 മാസം മുമ്പ് ഇതുപോലെ മോശമായ ലൈംഗിക ചേഷ്ട കാണിച്ചു എന്നുള്ള ആരോപണമാണ് അവർ ഉന്നയിച്ചിട്ടുള്ളത്. ആ ആരോപണവുമായിട്ടാണ് അവർ രംഗത്ത് വന്നിട്ടുള്ളത്. അതൊരാരോപണമായി നിലനിൽക്കുകയാണ്. ആ ആരോപണത്തെ പക്ഷേ നമ്മൾ പൂർണ്ണമായി തള്ളിക്കളയേണ്ട ആവശ്യവുമില്ല. ഒരുപക്ഷെ ഇങ്ങനെ അന്ന് സംഭവിച്ചിട്ടുണ്ടാകുമായിരിക്കാം, ഇല്ലെന്ന് നമ്മൾ പറയുന്നില്ല. അങ്ങനെ അന്ന് സംഭവിച്ചിരുന്നുവെങ്കിൽ അന്ന് ആ വനിത അതുമായി ബന്ധപ്പെട്ട് തുടർ നടപടികൾ എടുക്കേണ്ടതല്ലായിരുന്നു സുഹൃത്തുക്കളെ? ആ വനിത അതുമായി ബന്ധപ്പെട്ട് നിയമ നടപടി എടുക്കേണ്ടതല്ലായിരുന്നു? പക്ഷേ ആ വനിത തന്നെ പറയുന്നുണ്ട് അന്ന് ഉണ്ടായ സംഭവത്തിന് താൻ നിയമ നടപടി എടുക്കാൻ താൻ പോയില്ല എന്ന്. ഇനി അന്നുണ്ടായ സംഭവവും ഇന്നുണ്ടായ സംഭവം നമ്മൾ താരതമ്യം ചെയ്ത് നോക്കിയേ. അന്ന് ആ വനിതയ്ക്ക് അങ്ങനൊരു മോശമായ സംഭവം ഉണ്ടായി എന്ന് തന്നെ ഇരിക്കട്ടെ, ആ വനിതയ്ക്ക് അതിനോട് പ്രതികരിക്കുന്നതിന് പരിമിതി ഉണ്ടായിരുന്നു. ആ വനിത നിയമ നടപടി എടുത്തില്ല എന്നുള്ളത് പ്രധാനം തന്നെ. പക്ഷേ ആ വനിതയ്ക്ക് ഇപ്പോൾ ഈ ആര്യ രാജേന്ദ്രൻ എന്ന വനിതയും അവരുടെ ഭർത്താവായിട്ടുള്ള MLAയും പ്രകടിപ്പിച്ചതുപോലെയുള്ള എതിർപ്പ് പ്രകടിപ്പിക്കാൻ അവർക്ക് കഴിയില്ലായിരുന്നു. കാരണം അവരൊരു സാധാരണ പൗരയാണ്. അവർക്ക് പക്ഷേ പോലീസിൽ ഈ വിഷയത്തിനെതിരായിട്ട് നടപടികളുമായി മുന്നോട്ട് പോകാമായിരുന്നു. അതിനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ടായിരുന്നു. ആ സ്വാതന്ത്ര്യം അവർ ഉപയോഗിക്കാതെ അവർ ഈ സംഭവം നടന്ന 4 മാസങ്ങൾക്ക് ശേഷം ഇങ്ങനൊരു സംഭവം ഉണ്ടായി എന്നുള്ള നിലയിൽ അവർ രംഗത്ത് വന്നത് നീതിയാണോ സുഹൃത്തുക്കളെ? അവർക്കിതിനെക്കുറിച്ച് പരാതി ഉണ്ടായിരുന്നെങ്കിൽ അതുമായി മുന്നോട്ട് പോവുകയായിരുന്നില്ലേ ചെയ്യേണ്ടിയിരുന്നത്? പക്ഷേ ഇപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത്? ഇവിടെ മേയറും അവരുടെ ഭർത്താവും രണ്ടും ജനപ്രതിനിധികളാണ്. ഒരാൾ മേയറും ഒരാൾ MLAയുമാണ്. അവർ രണ്ടുപേരും നടത്തിയ നിയമവിരുദ്ധവും ഭരണഘടനാ വിരുദ്ധവുമായിട്ടുള്ള ആ സംഭവം ശ്രദ്ധയിൽ നിന്ന് മാറ്റിക്കൊണ്ടുപോവുകയും ഈ ഡ്രൈവറുടെ മുൻകാല പ്രവൃത്തി എടുത്ത് ചെകഞ്ഞ്
അയാളെന്തോ വലിയ കുഴപ്പക്കാരനാണെന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമല്ലേ സുഹൃത്തുക്കളെ ഇവിടെ നടക്കുന്നത്? രണ്ട് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. ഒന്ന്, മേയറും അവരുടെ ഭർത്താവും കാണിച്ചിട്ടുള്ള അധികാര പ്രമത്തത, അധികാര ഗർവ്, താൻ പ്രമാണിത്വം, അത് നമുക്ക് അംഗീകരിക്കാൻ പറ്റുമോ സുഹൃത്തുക്കളെ? ഈ ഡ്രൈവർ ഇങ്ങനെ മോശമായി അവരുടെ അടുത്ത് പെരുമാറിയിട്ടുണ്ടെങ്കിൽ തന്നെ രാത്രി 10 മണിക്ക് നഗരഹൃദയത്തിൽ വെച്ച് വണ്ടി തടഞ്ഞ് സീബ്രാ ലൈനിൽ കൊണ്ടുവന്ന് വണ്ടിയിട്ട് ആ ഡ്രൈവറോട് ഭീഷണിയുടെ സ്വരത്തിൽ സംസാരിക്കുകയും അവരുടെ ഭർത്താവ് ആ വണ്ടിയിൽ കയറി യാത്രക്കാരെ ഇറക്കി വിടുകയും ചെയ്യുന്ന നടപടി ഏത് അടിസ്ഥാനത്തിലാണ് നമുക്ക് അംഗീകരിക്കാൻ കഴിയുക? അതല്ല ഏറ്റവും പ്രധാനപ്പെട്ട നിയമവിരുദ്ധമായിട്ടുള്ള പ്രവർത്തനം. അങ്ങനെ ചെയ്യാൻ മേയർക്ക് എന്താണ് അവകാശം? മേയർ അങ്ങനെ ചെയ്തിട്ട് മേയർക്കെതിരെ ഡ്രൈവർ പരാതി കൊടുക്കുമ്പോൾ പോലീസ് കേസെടുക്കുന്നില്ല. മേയർ കൊടുത്ത പരാതിയിന്മേൽ കേസെടുക്കുകയും അന്വേഷിക്കുകയും ചെയ്യുന്നു. എന്ന് മാത്രമല്ല, ഈ സംഭവം ഉണ്ടായതിൻ്റെ മെമ്മറി ചിപ്പ് തമ്പാനൂർ സ്റ്റേഷനിൽ നിന്ന് കളവ് പോകുന്നു, അതാരോ അടിച്ചു മാറ്റുന്നു. എന്തിനാണ് മെമ്മറി ചിപ്പ് അടിച്ചു മാറ്റിയത്? മേയറും മേയറുടെ ഭർത്താവും പറയുന്ന പോലെയാണ് കാര്യങ്ങളെങ്കിൽ ആ മെമ്മറി ചിപ്പ് തട്ടിക്കൊണ്ടു പോകേണ്ട കാര്യമുണ്ടോ? അപ്പോൾ ആ മെമ്മറി ചിപ്പ് തട്ടിക്കൊണ്ടു പോയതിൽ നിന്നും ഇവർ രണ്ടുപേരും നിയമവിരുദ്ധമായി പെരുമാറിയെന്നും ആ നിയമവിരുദ്ധമായി പെരുമാറിയതുമായി ബന്ധപ്പെട്ടുള്ള തെളിവ് നശിപ്പിക്കുകയായിരുന്നു ഇവരുടെ ശ്രമം എന്നുള്ളത് സംബന്ധിച്ച് ക്ലിയറല്ലേ സുഹൃത്തുക്കളെ? ഒന്ന്. രണ്ട്, ഈ ഡ്രൈവറുടെ മുൻകാല അനുഭവങ്ങൾ വെളിച്ചത്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ശ്രമമെങ്കിൽ CPM നേതാക്കന്മാരുടെ ഇതുപോലുള്ള മുൻകാല ലൈംഗിക അതിക്രമങ്ങളുടെ ഉദാഹരണങ്ങൾ എത്ര വേണമെങ്കിലും നമുക്ക് പറയാൻ കഴിയില്ല സുഹൃത്തുക്കളെ. പി ശശിയുമായി ബന്ധപ്പെട്ട ലൈംഗിക അതിക്രമങ്ങൾ, പി ശശി എങ്ങനെയാണ് 2010 പാർട്ടിയിൽ നിന്ന് പുറത്തു പോയത്? പി ശശിക്കെതിരെ ഒരു 1/2 ഡസനോളം ലൈംഗിക അതിക്രമ കേസുകൾ ഉണ്ടായിരുന്നില്ലേ? ആ കേസുകൾ പലതും ശരിയാണെന്ന് തീരുമാനിച്ചല്ലേ ശശി എന്ന് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത്? ആ പുറത്താക്കിയ ശശി എന്ന് എവിടെ ഇരിക്കുന്നത്? അദ്ദേഹം മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി എന്ന് പറയുന്ന നിർണായക സ്ഥാനത്തിരിക്കുകയല്ലേ? അപ്പോൾ അതൊക്കെ പൊക്കിക്കൊണ്ടുവരാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, അതുപോലെ തന്നെ പി കെ ശശിയുമായി ബന്ധപ്പെട്ട് അതിഗുരുതരമായിട്ടുള്ള ഒരു ആരോപണമല്ലേ ഉയർന്നു വന്നത്? ആ ആരോപണത്തിൽ പി കെ ശശിയെ രക്ഷപ്പെടുത്തുകയല്ലേ ചെയ്തത്? ഇന്ന് പി കെ ശശി KTDCയുടെ ചെയർമാനായിരിക്കുമല്ലേ സുഹൃത്തുക്കളെ? അപ്പോൾ ഈ ഡ്രൈവറുടെ മുൻകാല അനുഭവങ്ങൾ കുത്തിപ്പൊക്കി കൊണ്ടുവന്ന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ കൊടും ക്രൂരതയും ഈ തെറ്റിനെയും ഈ അധികാരപ്രമത്തതയും ഈ അഹങ്കാരത്തെയും ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് നടക്കുന്ന കുൽസിതമായിട്ടുള്ള ശ്രമങ്ങൾ ജനങ്ങൾ തള്ളിക്കളയണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഒരു വനിത ഇപ്പോൾ വന്നിട്ടുണ്ട്, നടി. ആ നടി ചെയ്യുന്ന ഏറ്റവും വലിയ അനീതി എന്താ? ആ നടി ചെയ്യുന്ന അനീതി എന്ന് പറയുന്നത് ഈ ഡ്രൈവർക്കെതിരായി വലിയ തോതിലുള്ള സൈബർ ലിഞ്ചിങ് നടക്കാൻ ഉള്ള അവസരം ആ വനിത ഉണ്ടാക്കി കൊടുക്കുകയല്ലേ അവർ ചെയ്തിട്ടുള്ളത്? അവരത് ചെയ്യാമായിരുന്നോ? അവരോട് മോശമായി പെരുമാറിയിരുന്നെങ്കിൽ അതിനുള്ള നിയമ നടപടി അവരൊന്ന് സ്വീകരിക്കില്ലായിരുന്നോ ചെയ്യേണ്ടിയിരുന്നത്? അത് ചെയ്യേണ്ടിയിരുന്നതിന് പകരം ഒരു തെളിവുമില്ലാതെ ആരോപണങ്ങളുമായി മാത്രം മുന്നോട്ട് വന്ന് ആ ഡ്രൈവറുടെയും അയാളുടെ ചെറുമകനെയും ഉൾപ്പെടെയുള്ള കുടുംബത്തിനെ പീഡിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടല്ലേ ഈ വനിത ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്? അതുകൊണ്ട് ഈ വനിത ചെയ്തത് ഏറ്റവും വലിയൊരു അപരാധമാണ് എന്നാണ് ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഈ വനിതയ്ക്ക് തെളിവുകൾ ഉണ്ടായിരുന്നെങ്കിൽ ആ വനിത അന്ന് നിയമ നടപടിയുമായി മുന്നോട്ട് പോയി അയാളെ നിയമപരമായി നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് പാഠം പഠിപ്പിക്കുകയല്ലായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്. അത് ചെയ്യാതെ ഇപ്പോൾ വന്നിരിക്കുന്നത് ഏറ്റവും മോശമായിട്ടുള്ള ഒരു കാര്യമായി. രണ്ട്, ഇതുപോലെയുള്ള എന്ത് മുൻകാല അനുഭവങ്ങൾ ആ ഡ്രൈവർക്കെതിരെ കൊണ്ടുവന്നാൽ പോലും ഈ മേയറും മേയറുടെ ഭർത്താവും കാണിച്ചിട്ടുള്ള ഈ അധികാര പ്രമത്തത, അധികാര ഗർവ്, അത് ജനങ്ങളുടെ മനസ്സിൽ നിന്ന് മായാൻ പോകുന്നില്ല എന്നുള്ള കാര്യം ഈ മേയറും മേയറുടെ ഭർത്താവും ഓർത്തിരിക്കണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇനി ഡ്രൈവറുടെ മുൻകാല അനുഭവങ്ങൾ പൊക്കിക്കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നതെങ്കിൽ പി ശശിക്കെതിരെയും പി കെ ശശിക്കെതിരെയും റഹീമിനെതിരെയും ഒക്കെ ഉൾപ്പെടെ എത്രയോ ഇതുപോലുള്ള അതിക്രമ സംഭവങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയും. അത് മറക്കാതിരിക്കണം നമ്മൾ എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അതുകൊണ്ട് ഈ സംഭവത്തിൽ ഇപ്പോൾ നടക്കുന്നതൊക്കെ ഏറ്റവും തെറ്റായിട്ടുള്ള രീതിയിലുള്ള പ്രതികരണങ്ങളാണ്. ഏറ്റവും വലിയ മാന്യത ഈ മേയർക്ക് ഇപ്പോഴും കാണിക്കാവുന്നത്, ഒന്ന്, മേയർക്ക് പറയാം, ഞാൻ ഇയാൾക്കെതിരായിട്ടുള്ള ലൈംഗിക അതിക്രമ പരാതി അവസാനം വരെ ഞാൻ കൊണ്ടുപോകും, അത് നിയമപരമായി ഞാൻ അതിന് ഉള്ള എല്ലാ പോരാട്ടവും നടത്തും. എന്നാൽ മേയർ എന്നുള്ള നിലയിൽ ഞാൻ അധികാര പ്രമത്തതയാണെന്ന് കാണിച്ചത്, അധികാര ഗർവാണ് ഞാനെന്ന് കാണിച്ചത്, അത് ഞാൻ ഒരിക്കലും നടത്താൻ പാടില്ലാത്തതായിരുന്നു എന്ന് പറഞ്ഞ് പൊതുമണ്ഡലത്തോട് ഒരു ക്ഷമ പറയുകയായിരുന്നു മേയർ ചെയ്യേണ്ടിയിരുന്നത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. പക്ഷേ പിണറായി വിജയൻ മുതൽ MP ഗോവിന്ദൻ വരെയുള്ള ആളുകൾ ഈ രാജ്യത്ത് ഭരണത്തിന് നേതൃത്വം നൽകുമ്പോൾ, ഭരണചക്രം തിരിക്കുമ്പോൾ ഈ മേയർക്കും മേയറുടെ ഭർത്താവായിട്ടുള്ള ഈ MLAയ്ക്കും എന്ത് വൃത്തികേട് വേണമെങ്കിലും, എന്ത് നിയമവിരുദ്ധ പ്രവർത്തനം വേണമെങ്കിലും, എന്ത് ഭരണഘടനാ വിരുദ്ധ പ്രവർത്തനം വേണമെങ്കിലും ഇവിടെ നടത്താൻ കഴിയും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്.